ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ പാർട്ട് 5 ആണ് കാണിക്കുന്നത്. പാർട്ട് 5ൽ നമ്മളിന്ന് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഔട്ടർ ലൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ സൂചിയിൽ 3 നൂല് കോർത്തെടുത്തതിന് ശേഷം അടിയിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. മുകളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ അതേ പോയിന്റിൽ ഒന്നുകൂടെ കുത്തി ഒരു 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ സൂചി മുകളിലേക്ക് പൊക്കുക. അതിനുശേഷം സൂചിയുടെ അടിയിൽ കൂടെ ഈ നൂലിങ്ങനെ ചുറ്റിച്ചു കൊണ്ടുവരിക. അതിനുശേഷം സൂചി ഇങ്ങനെ മെല്ലെ മുകളിലേക്ക് നീക്കി വലിച്ചെടുക്കുക. ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തെടുക്കുന്നതിനാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സൂചി വലിച്ചെടുത്ത അതേ പോയിന്റിൽ നിന്നും ഒന്നുകൂടെ മുകളിലേക്ക് നീക്കി നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ താഴേക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുത്ത് നൂല് സൂചിയുടെ അടിയിൽ കൂടെ ചുറ്റിച്ചു കൊണ്ടുവന്ന് സൂചി മുകളിലേക്ക് വലിച്ചെടുക്കുക. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരേ അളവിന് ചെയ്തു വരുവാണെങ്കിൽ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടാവും. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് മിഷ്യൻ ത്രെഡിലും നൈലോൺ ത്രെഡിലും സിൽക്ക് ത്രെഡിലും പിന്നെ ആരി വർക്ക് ത്രെഡിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ആരി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസിൻ്റെ നെക്കിലും സ്ലീവിലും ഒക്കെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്തു പോകാവുന്നൊരു സ്റ്റിച്ച് തന്നെയാണിത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂചി മുകളിലേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് വല്ലാതെ അങ്ങ് ടൈറ്റ് ചെയ്യാതിരിക്കുക. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചുരുങ്ങി ചെയിൻ സ്റ്റിച്ച് വേറെ എന്തെങ്കിലും ഒരു മോഡലായി പോകും. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ഞാൻ ചെയ്തെടുത്തൊരു ഡിസൈനാണിത്. 4 കളർ ത്രെഡ് വെച്ച് ചെയ്തപ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഭംഗിയായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.